ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിലിക്ക ജെല്ലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പല പ്രൊഡക്റ്റുകളും വാങ്ങുന്ന സമയത്ത്, ബാഗ്, ഷൂ പോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നിന്ന് ഇതുപോലെയുള്ള ഈ ഒരു സിലിക്ക ജെല്ല് കിട്ടാറുണ്ട്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഈ ഒരു സാധനം എടുത്ത് കളഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് എടുക്കാറുള്ളത്. ഈ ഒരു സാധനം യാതൊരു ഉപകാരവും ഇല്ലാത്തതാണ് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മളിൽ അധിക പേരും എടുത്ത് കളയുന്നത്. എന്നാൽ നമ്മളിൽ അധിക പേർക്കും എന്താണ് ഈ സാധനമെന്നും ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നും ഇപ്പോഴും അറിയാത്തവരുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഈ പാറ്റ ഗുളിക പോലെയുള്ള സംഭവമാണ്. ഇതിനകത്ത് പാറ്റയും കൂറയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇതിൻ്റെ പേര് സിലിക്ക ജെൽ എന്നാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ വീട്ടിനകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് ഈ ഒരു സിലിക്ക ജെല്ലിന് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രധാനമായിട്ടും ഇതിന് ഈർപ്പം പിടിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. നനഞ്ഞ പ്രതലങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കൊണ്ടുവന്നിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ഈർപ്പങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിലിക്ക ജെല്ലിന് കഴിയും. നമ്മൾ നനഞ്ഞ വല്ല വസ്തുക്കളോ ഷൂവോ ബാഗോ പോലെയുള്ള സംഭവങ്ങൾ നനഞ്ഞുകൊണ്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് അതിനകത്ത് ഈ ഒരു സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈർപ്പം അത് വലിച്ചെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ തന്നെ പൂപ്പൽ പിടിക്കുന്ന വസ്തുക്കളിൽ നമ്മൾ ഈ ഒരു സംഭവം ഫുഡ് ഐറ്റംസുകളിലല്ലാത്ത മറ്റ് സാധനങ്ങളിലൊക്കെ പൂപ്പൽ പിടിച്ചുകൊണ്ട് നമുക്ക് കേടുവരാറുണ്ട്. അതുപോലെയുള്ള ഐറ്റംസുകളിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൂപ്പൽ പിടിക്കുന്ന പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പൂപ്പൽ പിടിക്കുവാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ അകത്ത് നമുക്കിത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ റൂമിനകത്ത് ഉണ്ടാകുന്ന ദുർഗന്ധങ്ങൾ ഈ ഒരു സിലിക്ക ജെല്ല് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളയാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. ദുർഗന്ധമുള്ള നമ്മുടെ ഡ്രോയിലോ അതുപോലെ തന്നെ സെൽഫിനകത്തൊക്കെ ഈ ഒരു സംഭവം കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദുർഗന്ധമില്ലാതാവും. അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കുന്ന വസ്തുക്കൾ, ടൂൾസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഈ ഒരു ടൂൾസൊക്കെ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കായി കൊണ്ട് തന്നെ ഇതിന് തുരുമ്പ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഇതുപോലുള്ള സിലിക്ക ജെല്ല് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിനകത്ത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ തടയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സിലിക്ക ജെല്ല് നമുക്ക് കൂടുതൽ കാലം നിലനിൽക്കില്ല. 18 മാസം വരെ നമുക്കിത് കേടുവരാതെ ഇതിൻ്റെ ഒരു എക്സ്പയർ ഡേറ്റ് നമുക്കിത് 18 മാസം വരെയാണ് സിലിക്ക ജെല്ലിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. എന്നാൽ ഇതുകൊണ്ടുള്ള ഉപയോഗം പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. നമ്മൾ കുട്ടികളെ അടുത്ത് നിന്നും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളിൽ നിന്നും ഈ ഒരു സിലിക്ക ജെല്ല് നമ്മൾ വിട്ടുവെക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൊച്ചു കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടുകയോ അവരത് വായിലിടുകയോ അത് സ്മെൽ ചെയ്ത് നോക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ശ്വാസം മുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്കും ഇത് ദോഷകരമായി ബാധിക്കും. ഇതുകൂടാതെ നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു സംഭവമാണ് ആഭരണശാലകൾ. നമ്മൾ ഗോൾഡ് ഐറ്റംസുകളൊക്കെ ഇട്ട് വെക്കുന്ന ഭാഗത്ത് ഈ ഒരു സിലിക്ക ജെല്ലിൻ്റെ കവർ കൊണ്ടു വെക്കാൻ പാടില്ല. അത് ഈ ഒരു ഗോൾഡിൻ്റെ കളർ മങ്ങാൻ കാരണമാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനി സ്വർണ്ണമായി കഴിഞ്ഞാലും വെള്ളി ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ കൊണ്ടുവെക്കുന്ന സ്ഥലത്ത് ഈ ഒരു സിലിക്ക ജെല്ല് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ സിലിക്ക ജെല്ല് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായ ഒരു വസ്തുവാണ്. ഈ സിലിക്ക ജെല്ല് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളും അതുപോലെ തന്നെ ദൂഷ്യഫലങ്ങളും വരുന്നത്. കൂടുതൽ നമുക്കിതുകൊണ്ട് ഉപയോഗമാണെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു സിലിക്ക ജെല്ലുമായി ബന്ധപ്പെട്ട് മറ്റു ഉപകാരങ്ങളുണ്ട് എങ്കിൽ, നമുക്ക് വല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വല്ല ഇൻഫർമേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ അറിവ് തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു അറിവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.